ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഉറക്കം വരാതെ കിടക്കുകയാണ് നയന. അപ്പം നയനെ ആദർശിനെ നോക്കുമ്പോൾ ആദർശ് നല്ല ഉറക്കമാണ്. അന്നേരം പതുക്കെ എഴുന്നേറ്റിട്ട് ഡിസൈൻ വരയ്ക്കാനുള്ള പേപ്പറൊക്കെ ആയിട്ട് വെളിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേന് ആദർശ് എഴുന്നേക്കും. നീ എന്താ ഇങ്ങനെ ഉറങ്ങാതൊക്കെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അത് ആദർശേട്ടാ, എൻ്റെ മനസ്സിലൊരു ഡിസൈൻ വന്നു, അതിപ്പം പേപ്പറിലേക്ക് പകർത്തിയില്ലെങ്കിൽ എനിക്ക് ശരിയാകില്ല എന്ന് പറയും. അതിനെന്താ, അത് നാളെ എങ്ങാനും വരച്ചാൽ പോരെ, നീ ഇന്ന് ഓഫീസിലും ഇങ്ങനെ വർക്കൊക്കെ ചെയ്തിട്ട് വന്ന് വൈകിട്ട് ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആദർശ്. അത് സാരമില്ല ആദർശേട്ടാ, നാളെ എനിക്ക് ആ ഡിസൈൻ അതുപോലെ ചിലപ്പോൾ മനസ്സിൽ വന്നെന്ന് വരില്ല, അതുകൊണ്ട് ഇപ്പം തന്നെ അത് വരച്ച് വെച്ചാലേ എനിക്ക് സമാധാനമാകത്തുള്ളൂ എന്ന് പറയും. എന്നാൽ ഞാനിവിടെ വരട്ടെ എന്ന് ചോദിക്കും. പറയും വേണ്ട ആദർശേട്ടൻ ഇപ്പം ഉറക്കളച്ച് കഴിഞ്ഞാൽ പിന്നെ നാളെ ഓഫീസിൽ പോക്ക് നടക്കില്ല, അത് കാരണം ആദർശേട്ടൻ കിടന്നോ, ഞാനിപ്പം വരച്ച് വെച്ചിട്ട് വന്ന് കിടന്നോളാമെന്ന് പറഞ്ഞ് നയനെ അങ്ങ് പോകും. അപ്പോൾ ആദർശ് കുറച്ച് നേരം ഓർത്തൊക്കെ ഇരുന്നിട്ട് അങ്ങ് കിടക്കും. ദേവയാനിക്ക് ഇതുപോലെ ഉറക്കം വരാതെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ദേവയാനി നോക്കുമ്പോൾ ജയൻ നല്ല ഉറക്കമാണ്. അപ്പം ജയനെ ഉണർത്താതെ ദേവയാനി പതുക്കെ എഴുന്നേറ്റ് പുറത്തേക്ക് വരികയാണ്. പുറത്ത് വരുമ്പോഴാണ് നയന ഇരുന്ന് ഇങ്ങനെ ഡിസൈനൊക്കെ വരയ്ക്കുന്നത് കാണുന്നത്. അപ്പോൾ മോൾ എന്താ ഉറങ്ങിയില്ലെന്ന് ചോദിക്കും. അമ്മ, എനിക്കൊരു ഡിസൈൻ മനസ്സിൽ വന്നു, അന്നേരം അത് വരച്ച് വെച്ചിട്ട് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് ഞാനിപ്പോൾ എഴുന്നേറ്റ് വന്നാന്ന് പറയും. മോളിങ്ങനെ ഉറക്കിളക്കിയൊന്നും വേണ്ടായിരുന്നു, എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നതെന്നൊക്കെ ചോദിക്കും. അന്നേരം നയന പറയുന്നുണ്ട് അതൊന്നും സാരമില്ല അമ്മ, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണെന്ന് പറയും. എന്നാൽ മോക്ക് ഞാനൊരു ചായ ഇട്ട് വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. കാപ്പി വേണമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് വേണ്ടമ്മേ, വൈകിട്ട് ഞാൻ അങ്ങനെ കാപ്പിയൊന്നും കുടിക്കാറില്ലെന്ന് പറയും. എന്നാൽ ഇപ്പോൾ സമയം എന്നാ എന്നറിയാവോ, 1 മണി കഴിഞ്ഞ്, അതുകൊണ്ട് മോളൊരു കാപ്പി കുടിച്ചിട്ട് ഇരുന്ന് വരച്ചാൽ മതിയെന്ന് പറഞ്ഞ് ദേവയാനി ഒരു കാപ്പി ഉണ്ടാക്കാനായിട്ട് അങ്ങോട്ട് പോകും. അന്നേരം ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് നിനക്ക് കഴിക്കാൻ വല്ലതും വേണമെന്ന്. ഈ സമയത്തൊക്കെ എങ്ങനെ അമ്മ കഴിക്കുന്നതെന്ന് ചോദിക്കും. അത് സാരമില്ല, വിശക്കുമ്പോൾ എപ്പോഴാണേലും കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന് പറയും. എന്നാൽ അമ്മ എനിക്ക് കാപ്പി മാത്രം ഇട്ട് തന്നാൽ മതിയെന്ന് പറഞ്ഞ് നയനെ പടം വരയ്ക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് അനാമിക അവിടുന്ന് ഇറങ്ങി വരുന്നത്. അനാമിക്ക് ദേഷ്യം വരുന്നുണ്ട്. റൂമിലിരിക്കാനോ കിടക്കാനോ പറ്റുന്നില്ല, എന്നാൽ പിന്നെ ഹാളിലെങ്കിലും വന്നിരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒരുത്തി കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണ്ട് പറഞ്ഞ് ഏതാണ്ട് നല്ല വരകാരിയാന്ന് പറഞ്ഞപ്പോഴത്തേന് പിന്നെ അങ്ങ് ബാക്കിയുള്ളവർക്ക് മനസ്സമാധാനം തരത്തില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടാണ് താഴോട്ട് ഇറങ്ങി വരുന്നത്. നയനയ്ക്ക് കാപ്പിയായിട്ട് വരുന്ന ദേവയാനി കാണുന്നുണ്ട് അനാമിക അങ്ങോട്ട് വരുന്നത്. അപ്പം ദേവയാനി മറിഞ്ഞു നിൽക്കുകയാണ്. അനാമിക നേരെ ചെന്നിട്ട് നയനയോട് ചോദിക്കുന്നുണ്ട് നിനക്കൊന്നും ഉറക്കമൊന്നുമില്ലേ, ചുമ്മാ കുത്തിക്കുറിച്ച് അങ്ങ് ഇരുന്നോളൂ എന്നൊക്കെ പറയും. അതിന് ഞാനിവിടെ നിന്ന് കുത്തിക്കുറിക്കുന്നതിന് നിനക്കെന്നാ ഇത്ര ബുദ്ധിമുട്ടെന്ന് ചോദിക്കും. ബാക്കിയുള്ളവർക്ക് റൂമിലോ കിടക്കാൻ പറ്റുന്നില്ല, ഞാനെന്നാ ഹാളിൽ വന്നിരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ നീ ഇവിടെ വന്നങ്ങ് ഇരിക്കുകയാണോ എന്ന് ചോദിക്കും. അതിന് നിനക്ക് നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ ആ മുറിയിലെങ്ങനെ കിടന്നുറങ്ങിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട് നയന. എൻ്റെ ഭർത്താവിന് ഞാനവിടെ കിടക്കുന്നതോ ഇരിക്കുന്നതോ ആ മുറി കയറുന്ന പോലും ഇഷ്ടമല്ല, അത് കാരണം പിന്നെ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നല്ലേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക. നിനക്ക് നിൻ്റെ ഭർത്താവിനെ സ്നേഹിച്ചാൽ എന്താണെന്ന് നയന ചോദിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്, അവൻ എന്നെ സ്നേഹിക്കാൻ സമയമില്ലല്ലോ, അവന് നിന്നെയും നിൻ്റെ അനിയത്തിയൊക്കെ അല്ലേ സ്നേഹം, അവൻ്റെ മനസ്സ് മുഴുവൻ അവളാ, ഇനി അത് കാരണം അവൾക്ക് ഒരിക്കലും ഒരു SI ആകാൻ പറ്റാത്തത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അനാമിക. അവൾ കണ്ടില്ലേ, അവൾക്ക് കേസായി, അത് കഴിഞ്ഞ് ചിക്കൻ ബോക്സ് ആയി, അത് കഴിഞ്ഞ് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്, അവൾ ഒരിക്കലും ഒരു SI ആകാൻ പോകത്തേ ഇല്ല, എൻ്റെ മനസ്സറിഞ്ഞ് ഞാൻ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങ് ദേഷ്യപ്പെട്ടാണ് അനാമിക അങ്ങ് പോകുന്നത്. അതൊക്കെ കേൾക്കുമ്പോഴത്തേന് നയനയ്ക്ക് ദേഷ്യവും വരുന്നുണ്ട്, സങ്കടവും വരുന്നുണ്ട്. അനാമിക പോയി കഴിയുമ്പോഴത്തേന് ദേവയാനി കൊണ്ടുവന്ന് കാപ്പി കൊടുക്കുന്നുണ്ട് നയനയ്ക്ക്. അപ്പം നയന ചോദിക്കും അമ്മ കണ്ടില്ലേ അവൾ പറഞ്ഞതൊക്കെ, എന്തൊക്കെയാണ് അവൾ പറയുന്നതെന്നൊക്കെ ചോദിക്കും. അത് ഇപ്പം മോള് പോട്ടെ, സാരമില്ല, അവൾക്ക് അങ്ങനെയുള്ള സ്വഭാവമൊക്കെ ആണെന്നൊക്കെ നയനയോട് ദേവയാനി പറയുന്നുണ്ട്. അനി ഫോണിനകത്ത് നന്ദുവിൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനാമിക അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട് എന്നെ കണ്ടപ്പോൾ നീ ഫോണൊന്നും മാറ്റി വെക്കണ്ട, എനിക്ക് മനസ്സിലായായിരുന്നു നീ അവളുടെ ഫോട്ടോയിൽ നോക്കി ഇരിക്കുകയാണെന്ന്. നിനക്ക് മാത്രമേ എന്നെ ഇതുപോലെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളെന്ന് അനിയും പറയുന്നുണ്ട്. അതെങ്ങനെ, ഈ മുറിയിൽ കിടന്ന ഉറക്കം വരത്തില്ല, അപ്പം പിന്നെ എന്നാൽ പുറത്ത് പോയിരിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേന് നിൻ്റെ ചേച്ചി ഒരെണ്ണം അവിടെ ഇരുന്ന് ഡിസൈൻ വരയ്ക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്, അവൾക്കൊന്നും ഉറക്കമില്ലേ എന്നൊക്കെ പറയുമ്പോൾ അനി പറയുന്നുണ്ട് ഏട്ടത്തി നേരത്തെ ഇതുപോലെ തന്നെ ഡിസൈനൊക്കെ ഉറക്കളക്കിച്ചിരുന്ന് വരച്ചിട്ടുണ്ട്, അതിനൊക്കെ നല്ല റിസൾട്ടും കിട്ടിയിട്ടുള്ളതാണെന്ന് പറയും. പിന്നെ എന്നാ റിസൾട്ട്, ഇങ്ങനെയുണ്ടോ ബാക്കിയുള്ളവരെ പറ്റിക്കാനായിട്ട് ഓരോന്ന് ഒപ്പിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അനി പറയും നിനക്കൊന്നും എന്തായാലും എൻ്റെ ഏട്ടത്തിയുടെ 7 അയലക്കത്ത് വരാൻ പറ്റത്തില്ല,
പറ്റത്തില്ല. പിന്നെ നീ എന്തിന് പറയുക, നിൻ്റെ അച്ഛനെയും അമ്മയും പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറയും. ആരെയൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നീ എൻ്റെ അച്ഛനെയും അമ്മയും പറയുന്നത് എനിക്ക് സഹിക്കത്തില്ലെന്ന് പറയും. പിന്നെ വേറെ ആരെ പറയാനാ, അവർ തന്നെയാണ് നിന്നെ വളർത്തി ഇത്ര വഷളാക്കി ഇങ്ങോട്ട് വിട്ടെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിരിക്കുകയാണ് അനി. അന്നേരം അതിൻ്റെ എല്ലാം നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂടാ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട അനാമിക അങ്ങ് കിടക്കും. അന്നേരം അനി മനസ്സിലോർക്കുന്നുണ്ട്, ദൈവമേ ഈ വിഴുപ്പ് ഞാൻ എത്ര കാലം ഇനി ചുമക്കേണ്ടി വരുമല്ലോ എന്ന്. ദേവയാനിക്കാണെങ്കിൽ അനിയുടെ കാര്യം ഓർത്തിട്ട് ഭയങ്കര സങ്കടമാണ്. മോളെ കണ്ടില്ലായിരുന്നോ, അവൾ അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ ആദർശിനെ പോലെ തന്നെയാണ് അനിയും. അവൻ്റെ സങ്കടം എനിക്ക് കാണാൻ പറ്റത്തില്ല. ഈ കല്യാണം കഴിഞ്ഞത് പിന്നെ അവനൊന്ന് ചിരിച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ലെന്ന് പറയും. അപ്പം നയനയും പറയുന്നുണ്ട്, ശരി, അവൻ്റെ മുഖത്തൊരു സന്തോഷം നമ്മൾ കണ്ടിട്ടേ ഇല്ലല്ലോ എന്ന്. മോക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ അനിയും നന്ദുവും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് ആദർശിനോടെന്ന് ചോദിക്കും. അതമ്മേ, അതൊന്നും ശരിയാകത്തില്ലായിരുന്നു എന്ന് തോന്നിയെന്ന് പറയും. അതെന്താ ശരിയാകാഞ്ഞത്? എന്തായാലും ഞാനും ജലജയും ജാനകിയൊക്കെ ബഹളം വെക്കുമായിരുന്നിരിക്കാം, പക്ഷേ അച്ഛനും അമ്മയും ആദർശും ജയേട്ടനും എല്ലാവരും അതിന് സമ്മതിച്ചേനും. അന്നേരം ആ കല്യാണം നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ അവരെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുന്ന കാണാമായിരുന്നല്ലോ എന്നൊക്കെ ദേവയാനി പറയും. ഇനി എന്തായാലും ഇവരുടെ കല്യാണം കഴിഞ്ഞു പോയി, ഇനിയിപ്പോൾ ഇവരെങ്ങനെയും സ്നേഹിച്ച് ഒരുമിച്ച് ജീവിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അവരൊരിക്കലും പിരിയാൻ പാടില്ല മോളെ എന്നൊക്കെ പറയും. നമ്മൾ അതിന് വേണ്ടിയൊക്കെ മാക്സിമം നോക്കാം അമ്മേ, ഞാൻ പറയാമെന്നൊക്കെ പറയും. മോടെ അനിയത്തിയായിട്ട് അവരുടെ കുടുംബത്തൊരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയും. ഇല്ലമ്മേ, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിച്ചോളാം എന്ന് പറയും. എന്നാൽ ഞാൻ അനിയോട് സ്നേഹത്തോടെയൊക്കെ പറഞ്ഞു നോക്കാം, എത്രത്തോളം ശരിയാവുമെന്ന് എനിക്കറിയത്തില്ല എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. കാപ്പി എങ്ങനെയുണ്ട് മോളെ എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ നയന് പറയും, കുറച്ച് കടുപ്പം കൂടുതലാണ്. ഞാൻ മനഃപൂർവ്വം കടുപ്പം കൂട്ടിയിട്ടാ, മോൾ ഉറക്കിളച്ചിരിക്കുകയല്ലേ, അതിന് വേണ്ടി ഇട്ടതാന്നൊക്കെ പറയും. പിന്നെ നാളെ മോൾക്ക് ഉച്ച കഴിഞ്ഞൊന്ന് ഫ്രീ ആകാൻ പറ്റുമെന്ന് ചോദിക്കും. എന്താ അമ്മേ, അമ്മയ്ക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും പോകാനുണ്ടോ എന്ന് ചോദിക്കും. പിന്നെ പറയും, എനിക്ക് ചെറിയ പർച്ചേസൊക്കെ ഉണ്ടായിരുന്നു, അപ്പം മോളുമായിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് പറയും. എന്നാൽ ഞാൻ ആദർശേട്ടനോട് പറഞ്ഞിട്ടേ നവ്യേച്ചിയുടെ 7ാം മാസം വരുമല്ലേ, അന്നേരം കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ അമ്മയും നന്ദുവിനെയും കൂട്ടി പോവുകയാണെന്ന് പറഞ്ഞ് നാളെ ഇറങ്ങാമെന്ന് പറയും. എന്നാൽ മോള് പറഞ്ഞിട്ട് വരണം, നമുക്കൊന്ന് പുറത്തൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് നയനെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടൊക്കെയാണ് പോകുന്നത് ദേവയാനി. എന്നിട്ട് കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് വീണ്ടും തിരിഞ്ഞ് നോക്കുന്നുണ്ട്. പിന്നെ ഒരു പാട്ട് സീനാണ് കാണിക്കുന്നത്. അതിനകത്ത് നയനെ ദേവയാനി സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കഴിപ്പിക്കുന്നതും ഒരു സ്കൂട്ടറിൽ പോകുന്നതും പിന്നെ അമ്പലത്തിൽ പോകുന്നതും അങ്ങനെ പല ഭാഗങ്ങളായിട്ടുള്ള ഇതൊക്കെയാണ് കാണിക്കുന്നത്. അവരുടെ ആ സ്നേഹത്തിൻ്റെ ആഴം ഈ പാട്ടുരംഗത്ത് കാണിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ നയന കുളിയൊക്കെ കഴിഞ്ഞ് തലമുടി തോർത്തോണ്ടിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ദേവയാനി അങ്ങോട്ട് വരുന്നത്. വന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ മുടി തോർത്തിയാൽ എങ്ങനെയാണ് വെള്ളമൊക്കെ പോകുന്നത്, മോളെ പനിയൊക്കെ പിടിക്കില്ലേ എന്ന് പറഞ്ഞ് തോർത്തി തരാമെന്ന് പറഞ്ഞ് തോർത്ത് മേടിച്ച് നയനയുടെ മുടിയൊക്കെ തോർത്തി കൊടുക്കുന്നുണ്ട്. നയന സന്തോഷത്തോടെ ചിരിച്ചാണ് ദേവയാനിയുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത്. അത് കണ്ടുകൊണ്ടാണ് മുത്തശ്ശി അങ്ങോട്ട് വരുന്നത്. മുത്തശ്ശി അത്ഭുതപ്പെടുന്നുണ്ട്, ഇതെന്ത് പറ്റി ഇങ്ങനെ അമ്മായിമ്മയും മരുമോളും ഇത്ര സ്നേഹത്തിലൊന്ന്. മുത്തശ്ശിയെ കാണുന്നുടനെ നയന പറയും, അതേ മുത്തശ്ശി വരുന്നു. ഉടനെ തന്നെ തോർത്തെടുത്ത് നയനയുടെ കയ്യിലോട്ട് എറിയുന്നുണ്ട് ദേവയാനി. ഇങ്ങനെയൊക്കെ തോർത്തിക്കൊണ്ടിരുന്ന പനി പിടിക്കുകയില്ലേ, ഇങ്ങനെയാണോ തോർത്തേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അപ്പം മുത്തശ്ശി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കും, എന്താ ഇപ്പം മരുമോളും അമ്മായിമ്മയും തമ്മിൽ സ്നേഹമൊക്കെ ആയോ എന്ന്. അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഇവളോട് സ്നേഹമൊന്നുമില്ല. ഞാൻ വന്നപ്പോൾ ഇവളുടെ മുടിയെന്ന് ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കുക, അപ്പം ഞാനൊന്ന് തോർത്തി കൊടുത്തതേ ഉള്ളൂ. അല്ലെങ്കിൽ നാളെ ഇവൾ ജലദോഷമാണെന്ന് പറഞ്ഞ് വീട്ടിലോട്ട് വെച്ച് വീട്ടിക്കും, പിന്നെ അതിൻ്റെ പുറകെ എൻ്റെ മോൻ്റെ വിഷമവും കൂടെ ഞാൻ കാണണമെന്ന്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല. അങ്ങനെ വല്ലതും ഉണ്ടോ മോളെ, നീ വീട്ടിലോട്ടൊന്ന് പോയാൽ ഉടനെ ആദർശന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന്. ഉടനെ നയന പറയും, ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് മുത്തശ്ശി, ഞാൻ പോയാൽ അന്നേരം തൊട്ട് ഫോൺ വിളിയാന്നൊക്കെ പറയും. കണ്ടോ, അവൾ പറഞ്ഞ് കേട്ടില്ലേ, ഇതാ അവൻ്റെ കുഴപ്പം, അവൻ ഒന്നാമതേ ശ്വാസം മുട്ടലൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവനൊരു കൂട്ട് എപ്പോഴും മുറിക്കകത്ത് വേണ്ടതല്ലേ. അപ്പോൾ ഇവൾ അങ്ങോട്ട് പോയാൽ എങ്ങനെയാണ് ശരിയാകുന്നത്, അത് കാരണം ഇവളുടെ മുടി ഞാൻ തോർത്തി കൊടുത്തത്, അല്ലാതെ ഇവളോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടൊന്നും അല്ലെന്ന് പറയും. എന്നിട്ടങ്ങ് പോകുന്നുണ്ട്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും ദേവയാനിക്ക് നല്ല മാറ്റമുണ്ട് എന്ന് പറയുമ്പോഴത്തേനും നയന പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലല്ലോ മുത്തശ്ശിന്ന്, എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും മോളോട് അവൾക്ക് ഉള്ളിൽ സ്നേഹമുണ്ടെന്നാണ് എനിക്ക് തോന്നിയെന്ന് പറയും. എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്ന് നയന പറയുന്നുണ്ട്. അന്നേരം പറയും, എന്തായാലും അവളുടെ വലിയ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതുകൊണ്ടായിരിക്കും അവൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. ഇനി മോളെങ്ങാനുമാണ് കരൾ കൊടുത്തെന്ന് അവൾ അറിഞ്ഞു കാണുമോ എന്ന് ചോദിക്കുമ്പോഴത്തേന് നയനെ അത് കേട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.